എന്നുള്ളതല്ല, രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ പാപം ചെയ്യില്ലെന്നല്ല, നുണ പറയത്തില്ലെന്നല്ല, അനുദരിതാത്തത് കാണാൻ ഒരിക്കലും ശ്രമിക്കില്ലെന്നല്ല. അതിനുള്ള പ്രലോഭനങ്ങൾ നമ്മളിൽ ഉണ്ടാകാം. എന്നാൽ അത് ഏതെങ്കിലും വിഷയത്തിൽ അങ്ങനെ ഒരു പാപം എന്നിൽ ഉണ്ടായാൽ അതെന്നെ വാഴുവാൻ അനുവദിക്കാതെ വണ്ണം എന്റെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ സർവശക്തനായ ദൈവത്തിന്റെ പുത്രന്റെ രക്തം നമുക്ക് വേണ്ടി ഒഴുക്കപ്പെടുകയാണ്. ആ പരിശുദ്ധ രക്തം കൊണ്ട് അവൻ നമ്മളെ കഴുകുന്ന ദൈവമാണ്, ശുദ്ധീകരിക്കുന്ന ദൈവമാണ്. ബൈബിൾ പറയും ഏത് പാപവും എത്ര കടും ചുവപ്പായിരുന്നാലും അതിനെ ഹിമം പോലെ വെളുപ്പിക്കുന്ന യേശുവിന്റെ പുണ്യാർന്ന രക്തം എനിക്ക് വേണ്ടി കർത്താവ് ഒഴുക്കുകയാണ്. ആ രക്തം കൊണ്ട് ഇന്ന് രാത്രി കഴുകപ്പെട്ട എത്ര പേര് ഇവിടെ ഇരിപ്പുണ്ട്. ജീവിതത്തിൽ കുറവില്ലെന്നല്ല, പരാജയമില്ലെന്നല്ല, തോൽവിയില്ലെന്നല്ല, ജീവിതത്തിൽ കുറവുകളുണ്ട്. എന്നാൽ ഇന്ന് രാത്രി ഒരു പ്രാവശ്യമെങ്കിലും ക്ഷമിക്കണമേ എന്നെ കർത്താവിനോട് പറഞ്ഞാൽ അവന്റെ രക്തം ഇന്ന് രാത്രി സകല പാപവും പോക്കി എന്നെ ശുദ്ധീകരിക്കും. ഞാൻ വളരേണ്ടവനാണ്. ഞാൻ എന്റെ ഗോഡ് ഫിയറിംഗിലേക്ക്, എന്റെ ഗോഡ്ലിനെസ്സിലേക്ക് ഞാൻ എന്റെ ലൈഫിനെ കൾട്ടിവേറ്റ് ചെയ്യുകയാണ്. അപ്പൊ എന്ത് ചെയ്യണം? നമ്മള് സോറി പറയണം. ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളോട് പറഞ്ഞില്ലേ, ഏറ്റവും കൂടുതൽ സോറി പറയുന്ന രാജ്യമാണ് യുണൈറ്റഡ് കിങ്ഡം, നിങ്ങളുടെ രാജ്യം. PR കിട്ടിയില്ലെങ്കിൽ നിങ്ങളുടെ രാജ്യം എന്നാണ് ഞാൻ പറയുന്നത്. അതിലെങ്കിലും ഒരു സന്തോഷമുണ്ടല്ലോ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. PR കിട്ടിയില്ലേ നിങ്ങളുടെ രാജ്യം എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് സന്തോഷമില്ല. അപ്പോൾ ഈ രാജ്യമാണ് ഏറ്റവും കൂടുതൽ സോറി പറയുന്നത്. ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞതുകൊണ്ട് ഈ വിഷയത്തിലേക്ക് പോകുന്നില്ല. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സോറി പറയാൻ നമ്മൾ മടിക്കരുത്. സോറി പറയാത്തത് കൊണ്ടുണ്ടായ ഒരു പരാജയം എൻ്റെ ഒരു സുഹൃത്തിനെ കുറിച്ച് ഞാൻ ആദ്യത്തെ ആ പ്രസംഗത്തിൽ പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നു. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ സോറി എന്ന് പറയുന്ന പദം, കർത്താവേ ക്ഷമിക്കണമേ ഞാൻ തെറ്റുപറ്റിപ്പോയി എന്ന് സമ്മതിച്ചില്ലെങ്കിൽ നമ്മുടെ അപരാധം ക്ഷമിക്കപ്പെടുകയില്ല. മനസ്സിലാകുന്നുണ്ടോ? നമ്മുടെ പാപം ക്ഷമിക്കപ്പെടുകയില്ല. അപ്പൊ നമ്മുടെ പാപത്തെ ഓർത്ത് നമ്മൾ പശ്ചാത്തപിക്കണം. പശ്ചാത്തപിക്കുമ്പോൾ എന്റെ പാപത്തെ കർത്താവ് കഴുകി ശുദ്ധീകരിക്കുകയും വീണ്ടും വളരുവാൻ എന്നെ കർത്താവ് സഹായിക്കുകയും ചെയ്യും. അപ്പൊ പാപം എന്ത് ചെയ്യണം? ഏറ്റു പറയണം. കർത്താവേ ക്ഷമിക്കണമേ എന്ന് പറയാൻ ഒരു മനസ്സ് എനിക്കുണ്ടാകണം. ഞാൻ ഡോക്ടർ ലൂക്കിനോട് അദ്ദേഹത്തിന് വേദനിക്കുന്ന ഒരു കാര്യം പറഞ്ഞാൽ ദൈവവചനത്തിന്റെ വ്യവസ്ഥ അനുസരിച്ച് അദ്ദേഹത്തോട് ഞാൻ എന്ത് ചെയ്യണം? ക്ഷമ പറയണം. അല്ലാതെ സഭായത്തിൽ എഴുന്നേറ്റ് ചെന്നിട്ട് കർത്താവ് എനിക്ക് നല്ലവനും വല്ലവനുമായിരുന്നു, ആർക്കെങ്കിലും എന്നോട് എൻ്റെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് ഉടായ്പ് കാണിച്ചിരിക്കരുത്. ആരോടാണ് നിനക്ക് സോറി പറയാനുള്ളത്? അവന്റെ പേര് പറഞ്ഞ് അവനോട് സോറി പറയാതെ എല്ലാവരെയും കൂടി ഉൾപ്പെടുത്തി എല്ലാവരും ഇങ്ങനെ അന്തിച്ച് നിൽക്കും. ഇവന് ആരെന്താ പ്രശ്നം? എനിക്ക് ഡോക്ടർ ലൂക്കിനോടാ. പക്ഷെ അത് അദ്ദേഹത്തോട് പറയാതെ ഞാനിവിടെ എന്ന് പറയുന്നത് ആർക്കെങ്കിലും എന്റെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ മുഴുവൻ സഭയുടെ അന്തരീക്ഷം ഇവൻ കളയും. പാവപ്പെട്ട വിശ്വാസികളെല്ലാം അടുത്ത അവനോട് ചോദിക്കുന്നത് ആരെക്കുറിച്ചാണ്, എന്താ പ്രശ്നം? സഭയിൽ മുഴുവൻ പ്രശ്നം ഉണ്ടാക്കിയവര്. അപ്പൊ അതുകൊണ്ട് എനിക്ക് സോറി പറയേണ്ട ഒരു അവസരം വന്നാൽ ഞാൻ പേര് പറഞ്ഞ്, എനിക്ക് മെബിയോട് ഒരു തെറ്റ് കാണിച്ചാൽ മെബിയോട് തെറ്റ് സോറി എന്ന് പറയാത്തടത്തോളം കാലം എന്റെ പാപം കർത്താവ് ക്ഷമിക്കില്ലെന്നാണ് വ്യവസ്ഥ. കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥനയിൽ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ, അങ്ങനെ ഒരു പദമുണ്ട്, വായിച്ചിട്ടുണ്ടോ? ഞങ്ങളോടും ക്ഷമിക്കണമേ. അപ്പൊ ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെയാണ് ഞങ്ങളോട് ക്ഷമിക്കേണ്ടത് എന്നാണ് പ്രാർത്ഥിക്കേണ്ടത്. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ഞങ്ങൾ ക്ഷമിച്ചെങ്കിലേ എന്നോട് കർത്താവ് ക്ഷമിക്കുകയുള്ളൂ. അപ്പോൾ എന്റെ വളർച്ചയ്ക്ക് തടസ്സമായ പാപം എന്നിലുണ്ടെങ്കിൽ ആ പാപത്തെ ശുദ്ധീകരിക്കാൻ കർത്താവിന് കഴിയും. പക്ഷെങ്കിൽ ഞാൻ ഏറ്റുപറയണം. എന്ത് ചെയ്യണം? ഏറ്റുപറയണം. അപ്പാ ഞാൻ സ്വർഗത്തോട് നിന്നോടും. ഇനി ഒരു കാര്യം മറക്കരുത്, രണ്ടിടത്തും സോറി പറയണം. ചിലരെ ഡയറക്റ്റ് കർത്താവിനോട് മാത്രമേ സോറി പറയാറ്. കർത്താവിനെ കാണുന്നത് സ്വർഗത്തിരിക്കുന്ന ആളല്ലേ. അതുകൊണ്ട് ഒരാളോട് വ്യക്തിപരമായ പ്രശ്നം ഉണ്ടാക്കിയാലും കർത്താവിനോട് മാത്രം സോറി. അപ്പൊ കർത്താവ് മോളിയിരുന്ന് പറഞ്ഞ് എന്നോടല്ല സോറി പറയേണ്ടത്, ആദ്യം ഡോക്ടർ ലൂക്കിനോട് സോറി പറ. അദ്ദേഹത്തിന് പിണക്കമില്ലാത്തതുകൊണ്ട് അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞു കേട്ടോ. ചിലര് പേര് പറഞ്ഞെന്നും പറഞ്ഞ് പിന്നെ യോഗത്തിന് വരാതിരിക്കും. അതുകൊണ്ട് എല്ലാം നമ്മൾ ശ്രദ്ധിച്ച കാര്യങ്ങൾ പറയാവൂ. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം ഇവിടെ പറയുന്നത്, നാം സോറി പറയണം, നമ്മൾ ക്ഷമ പറയണം. ക്ഷമ ദൈവത്തോട് പറയണം, മനുഷ്യരോടും പറയണം. മനസ്സിലാകുന്നുണ്ടോ? അത് പറഞ്ഞെങ്കിലേ നമ്മുടെ പാപത്തിന് ക്ഷമയുണ്ടാകുന്നുള്ളൂ.
അങ്ങനെ നമ്മുടെ പാപത്തെ ക്ഷമിക്കാൻ കഴിയുകയുള്ളൂ. ഞാൻ എവിടെയാണ് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു, പണ്ട് ഒരു പയ്യൻ ഒരു അച്ചായനെ പബ്ലിക്കിൽ വെച്ച് അപ്പച്ച എന്ന് വിളിച്ചതിന് ഈ അച്ചായൻ പ്രശ്നം ഉണ്ടാക്കി. പ്രശ്നം എന്നാ? അച്ചായനെ അപ്പച്ച എന്ന് വിളിച്ചു. പുള്ളിക്കാരൻ നിലവിൽ 92 വയസ്സുണ്ട്, എന്നിട്ട് അപ്പച്ച എന്ന് വിളിച്ചതിന് പുള്ളി പ്രശ്നം ഉണ്ടാക്കി. പുള്ളി ഉടനെ ലോക്കൽ സഭയിലെ പാസ്റ്റർ വിളിച്ചേച്ച് പറഞ്ഞു, ഇവനെതിരെ ആക്ഷൻ എടുക്കണം, ഇവൻ എന്നെ പബ്ലിക്കിൽ വെച്ച് അപ്പച്ച എന്ന് വിളിച്ചെന്ന് പറഞ്ഞു. പാസ്റ്റർ പറഞ്ഞ അപ്പച്ച എന്നല്ലേ, നല്ല പേരല്ലേ, ഇതിനൊക്കെ പ്രശ്നം ഉണ്ടാക്കണോ ബ്രദറെ? നമ്മൾ ഇത്രയും നാളായിട്ട് ഒരുമിച്ച് ആരാധിക്കുന്നവരല്ലേ, പാട്ടൊക്കെ പാടി പോകുന്നല്ലേ, അപ്പച്ച എന്ന് വിളിച്ചതിന് ഈ പ്രശ്നം. പാസ്റ്റർ, ഞാൻ ഇനി അടുത്ത ഞായറാഴ്ച അങ്ങോട്ട് വരണമെന്നുണ്ടെങ്കിൽ ഇതിനൊരു പരിഹാരം ഉണ്ടാകണം. ഏതായാലും പഴയ ആളാണ്, പുള്ളിയാണ് ഈ കസേരയൊക്കെ മേടിച്ചിട്ടത്, അതുകൊണ്ട് ഈ പുള്ളിനെ കളയാൻ പറ്റിയല്ല. അതുകൊണ്ട് പാസ്റ്റർ പറഞ്ഞു, ഏതായാലും ഒരു ജനറൽ ബോഡി വിളിച്ചുകൂടി, എല്ലാ സഭയിലെ വിശ്വാസികളെ വിളിച്ചുകൂട്ടി ചെറുപ്പക്കാരനെ വിളിച്ചേച്ച് പറഞ്ഞു, മോനെ നീ ആ അച്ചായനെ അപ്പച്ച എന്ന് പബ്ലിക്ക് വെച്ച് വിളിച്ചത് അപ്പച്ചന് ഭയങ്കര പ്രയാസം, അതുകൊണ്ട് ജനറൽ ബോഡിയിൽ നീ അവനോട് ഒരു വാക്ക് എഴുന്നേറ്റ് സോറി പറഞ്ഞ വിഷയം പരിഹരിക്കാൻ പറഞ്ഞു. ഇവനാണ് മെക്കാനിക്കൽ എഞ്ചിനീയർ, സകല അടവ് പഠിച്ചൊരു ഗുരുത്തം കെട്ടവനായിരുന്നു ഇവൻ ഉടനെ പാസ്റ്ററോട് പറഞ്ഞു, പാസ്റ്റർ ഞാനത് കൈകാര്യം ചെയ്തോളാം എന്ന് പറഞ്ഞപ്പോഴേ പാസ്റ്ററിന് വശപ്പശക്ക് തോന്നി, ഇവനിത് എങ്ങനെയാണ് ഇനി കൈകാര്യം ചെയ്യാൻ പോകുന്നതാണ്. ഉടനെ ഇവനെ പിടിച്ച് ഇവനകത്ത് കൊണ്ടുവന്ന് ജനറൽ ബോഡിയിൽ കൊണ്ടുവന്നിരുത്തി പാട്ട് പാടിച്ച് പ്രാർത്ഥിച്ച് എല്ലാ കാര്യങ്ങൾ പറഞ്ഞേച്ച് ഇവനോട് പറഞ്ഞു, മോനെ സുജിത്തെ, ഇവിടെ ആരെങ്കിലും സുജിത്തുണ്ടോ? ഇല്ലല്ലോ അല്ലേ? സുജിത്തെ, നീ എഴുന്നേറ്റ് ഒരു വാക്ക് സോറി പറയാൻ പറഞ്ഞു. ഇവനങ്ങോട്ട് എഴുന്നേറ്റ് പറഞ്ഞു, നമ്മൾ സാധാരണ പറയുന്നത് കർത്താവ് നല്ലവനും വല്ലവനും ഇങ്ങനെ ഒരു പരുവത്തിലെ ആട്ടമൊക്കെ ഉണ്ടല്ലോ, നമുക്ക് അങ്ങനെയൊക്കെ ആടി ആ വാക്യമൊക്കെ പറഞ്ഞു, അപ്പച്ച ഞാൻ അപ്പച്ചനെ അപ്പച്ച എന്ന് വിളിച്ചത് അപ്പച്ചന് പ്രയാസമായെന്ന് അറിഞ്ഞു, അതുകൊണ്ട് അപ്പച്ചനെ ഞാൻ അപ്പച്ച എന്ന് വിളിച്ചത് കൊണ്ട് അപ്പച്ചനോട് ഞാൻ പബ്ലിക്കിൽ ക്ഷമ ചോദിക്കുന്ന, അപ്പച്ചൻ എന്നോട് ക്ഷമിക്കില്ലേ അപ്പച്ച എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് വല്ല പിടി കിട്ടിയോ? ഇനി എന്നോട് പറയാൻ പറയരുത്, ഞാൻ ഒറ്റ ചോദ്യം പറഞ്ഞപ്പോൾ എല്ലാം കൂടി കിട്ടിയെന്നുള്ളതേ ഉള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞത് ഇങ്ങനെ പറഞ്ഞു, ഇവൻ എന്തിനാ ജനറൽ ബോഡി വിളിച്ചത്? ഇവൻ എന്തിനാ ജനറൽ ബോഡി ഒരു പ്രാവശ്യം ഇവൻ അപ്പച്ചാന്ന് വിളിച്ചതിനാണ്, ഇവനെ പരിഹരിക്കാനാണ് ഇവനെ ജനറൽ ബോഡിയില്. ഇത് മാലപ്പടക്കം പെയ്യുന്ന പോലെ, പെരുമഴ പെയ്യുന്ന പോലെ അപ്പച്ച അപ്പച്ചാന്ന് വിളിച്ചവൻ ഒരു പരുവത്തിൽ ഇവൻ ഒരു സോറി പറഞ്ഞു. ജനറൽ ബോഡി കഴിഞ്ഞ് ഈ അപ്പച്ചൻ വന്ന് പാസ്റ്ററോട് പറഞ്ഞു, പാസ്റ്ററെ ഇങ്ങനെയുള്ള ചെറുപ്പക്കാർ നമ്മുടെ ലോക്കൽ സഭയിൽ കിട്ടാൻ നമ്മൾ പ്രാർത്ഥിക്കണം. എന്തൊരു വിനയം, എങ്ങനെ, എന്തൊരു ദൈവകൃപ അവന്. അവനെ പരുവത്തിൽ ഇവന് സോറി പറയാൻ വയ്യ, അതുകൊണ്ട് അപ്പച്ചനായിട്ടൊന്ന് കുത്തണം. അതിനാണ് ഇവൻ എഴുന്നേറ്റ് പരുവത്തിൽ പറഞ്ഞാണ് അപ്പച്ച എന്നുള്ള വിളി, ആ പരുവത്തിൽ സ്നേഹത്തോടെ താഴ്മയോടെയൊക്കെ പറഞ്ഞ അപ്പച്ചനും അങ്ങ് സൂചിച്ചു. അപ്പച്ചൻ പിന്നീട് പാസ്റ്ററോട് പറയുന്നത്, നമുക്കൊരു ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കണം, ഇങ്ങനെയുള്ള കുറെ ചെറുപ്പക്കാരെ നമുക്ക് ലോക്കൽ സഭ വേണമെന്ന് പറഞ്ഞു. ഞാനീ പറഞ്ഞത്, ഈ ആവശ്യമില്ലാത്ത കാര്യത്തിനകത്തൊക്കെ ഈ കടുംപിടുത്തം പിടിക്കുമ്പോൾ ഓർത്തോണം, നീ കടുംപിടുത്തം പിടിച്ചാൽ നിന്റെ തലമുറ നിന്നേക്കാൾ ഉസ്താദാകും. നിന്നേക്കാൾ അറിവ് ബുദ്ധിയാണ് ഈ വളർന്നു വരുന്ന തലമുറ. കുഞ്ഞുങ്ങളെയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, ഇവന്മാരെയൊന്നും കുറെ നാൾ കഴിഞ്ഞാൽ പിടിച്ചാൽ കിട്ടിയാല നമ്മളെക്കാൾ അറിവ് ബുദ്ധിയാണ്. അവന്മാരുടെ മൊബൈലൊന്നും കൊടുത്തേ, വേണമെങ്കിൽ മുഴുവൻ ഫോർമാറ്റ് ചെയ്ത് പുതിയ ആന്റിവൈറസും കയറ്റി അവന്മാർ നമ്മുടെ കയ്യിൽ തരും. നമ്മളാണെങ്കിൽ ഇപ്പോഴും തിരക്കി 6 എവിടെയാണ് 7 എവിടെയാണെന്ന് ഇപ്പോഴും തപ്പിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇവന്മാരുടെ കയ്യിൽ സാങ്കേതിക വിദ്യയുണ്ട്. നമുക്കാണ് ചെറുത് ക്ലിക്ക് ചെയ്ത് വന്ന ഇൻബോക്സിൽ കിടന്നൊരു മെസ്സേജ് തപ്പി ഊപ്പാട് വന്ന് കാണുന്നവന്മാരെല്ലാം കൊണ്ട് തപ്പിച്ചിട്ട് ഈ മെസ്സേജ് കിട്ടുന്നില്ല. 8 വയസ്സുള്ള അവരേലേക്ക് കൊടുത്ത് അവൻ ടപ്പ് ചെയ്തത് ഇതാണ് ഉദ്ദേശിക്കുന്നത്, അവിടെ കിടക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് ഈ വളർന്നു വരുന്ന കുഞ്ഞുങ്ങളിൽ നിന്ന് നിങ്ങൾ ഇവര് കുറഞ്ഞ പുള്ളികളാണെന്നൊന്നും ചിന്തിക്കരുത്. നീ ആവശ്യമില്ലാത്ത കാര്യത്തിന് ഉടായ്പ് കാണിച്ചാൽ നമ്മുടെ തലമുറ അതിനേക്കാൾ വലിയ ഉടായ്പ് കാണിക്കും. അതുകൊണ്ട് ഒരു കാര്യം മനസ്സിലാക്കണം, കർത്താവിനോട് പാപക്ഷമ പ്രാപിക്കേണ്ടി വന്നാൽ പാപക്ഷമ പ്രാപിച്ച് ഞാൻ ക്രിസ്തുവിൽ വളരാൻ ശ്രമിക്കണം. എന്റെ വളർച്ചയെ തടസ്സം ചെയ്യുന്ന പാപത്തെ എന്റെ ജീവിതത്തിൽ നിന്ന് പൂർണ്ണമായി നീക്കം ചെയ്യണം. അതിന് ഞാൻ സോറി പറയണം. ഒന്ന് പറഞ്ഞ സോറി എന്താ പറയാൻ മടി? ഒരു ഹല്ലേലൂയ പറയാൻ പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞു, പക്ഷെ സോറി എന്ന് പറഞ്ഞാൽ നമ്മൾ ഓർക്കുന്ന എന്തോ ഭയങ്കര തെറ്റായ സംഭവമാണ് നമ്മൾ ചിന്തിക്കുന്നത്. സോറി പറയാതെ കർത്തൃമേശ എടുക്കുന്ന ഭാര്യമാരുണ്ട്, സോറി പറയാതെ കർത്തൃമേശ എടുക്കുന്ന ഭർത്താക്കന്മാരുണ്ട്. ഭാര്യ ഭർത്താക്കന്മാര് തമ്മിൽ പിണങ്ങി ഒരു തെറ്റുണ്ടായാൽ പോലും ആ ഭാര്യയോട് ക്ഷമ പറയാതെ
എന്റെ ഭാര്യയല്ലേ എന്ന് ഓർത്ത് അവളുമായി ആരാധനക്ക് വന്ന് ഒരുമിച്ച് കർത്തൃമേശ എടുക്കുമ്പോൾ ഒരു കാര്യം മറക്കരുത്, നിന്റെ പാപം ക്ഷമിക്കപ്പെട്ടിട്ടില്ലെന്ന്. ബൈബിളിന്റെ വ്യവസ്ഥ നിങ്ങൾ അംഗീകരിക്കുന്നെങ്കിൽ അങ്ങനെയുള്ളവന്റെ പാപം ക്ഷമിക്കപ്പെടുന്നില്ലെന്ന്. അവള് മിണ്ടാതിരുന്നെന്നോർത്ത് അവൾ നിന്റെ ക്ഷമയെ ആഗ്രഹിക്കുന്നില്ലെന്നോർത്ത് നീ പറയാതിരിക്കരുത്. ബൈബിളിൽ ഒറ്റ വ്യവസ്ഥയേ ഉള്ളൂ. ഒരു പാപം ചെയ്ത ഭാര്യയാണേലും അപ്പനാണേലും അമ്മയാണേലും ആ പാപം ആ വ്യക്തിയോട് പരിഹരിക്കാതെ അവനെ തോളെ കൈയിട്ട് കർത്തൃമേശയിൽ പങ്കെടുത്ത് വീഞ്ഞ് പാനം ചെയ്ത് വീട്ടിലേക്ക് പോയാൽ നിന്റെ പാപം ക്ഷമിക്കപ്പെടുന്നില്ല. നിന്റെ നിത്യത തടയപ്പെടും. നിനക്ക് ഗോഡ്ലിനെസ് കൾട്ടിവേറ്റ് ചെയ്യപ്പെടാൻ കഴിയുകയില്ല. നിനക്ക് വളരണമെങ്കിൽ, വളർച്ചയ്ക്ക് തടസ്സമായ പാപത്തെ നീക്കം ചെയ്യണമെങ്കിൽ ആ വ്യക്തിയോട് ചെന്നിട്ട് പറയണം, എന്നോട് ക്ഷമിക്ക്. ഈ ക്ലാസ് കൊണ്ട് എന്തെങ്കിലുമൊക്കെ പ്രയോജനം ഉണ്ടാകണ്ടേ? അല്ല കുറെ പോയിന്റ് ഡയറിയിൽ എഴുതി കുറിച്ചത് കൊണ്ട് ഈ ക്ലാസ് സക്സസ് ആകത്തില്ല. ഈ ക്ലാസ് എടുക്കുന്നതിന് പിന്നിൽ ഈ ദൈവത്തിന്റെ ഒരു പർപ്പസ് ഉണ്ട്. ആ പർപ്പസ് മറ്റൊന്നുമല്ല, എന്നെ ദൈവത്തിന്റെ ഗോഡ്ലിനെസ്സിലേക്ക് കൾട്ടിവേറ്റ് ചെയ്യപ്പെടുവാൻ എന്നിൽ വരുന്ന പാപത്തെ ഞാൻ നീക്കം ചെയ്യണം. ഒരിക്കൽ പറഞ്ഞു, ഒരുത്തനോട് എത്ര പ്രാവശ്യം ക്ഷമിക്കണമെന്ന് ചോദിച്ചു. അപ്പൊ കർത്താവ് എന്നാ പറഞ്ഞത്? പറഞ്ഞ നിങ്ങൾ ഒച്ചത്തി പറഞ്ഞേ, ഇതെങ്കിലും പറ. 770 വട്ടം എന്ന് പറഞ്ഞ് കാൽക്കുലേറ്റർ എടുത്ത് 770 ഗുണിച്ച് നോക്കിയേച്ച് 7-8 ആകുമ്പോൾ പ്രശ്നം ഉണ്ടാക്കാനല്ല അവിടെ എഴുതിയിരിക്കുന്നത്. അവിടെ 770 വട്ടം. മറ്റൊരു ഭാഗത്തേക്ക് ലൂക്കോസ് 17 പറയുന്നത്, ഒരുത്തൻ വന്ന് നിന്നോട് ക്ഷമ ചോദിച്ചാൽ, പിന്നെ ആ ഭാഗം ഒന്ന് വായിച്ച് പെട്ടെന്ന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു കാര്യം തള്ളിക്കളയാൻ പറ്റില്ല. ആ വാക്യം പെട്ടെന്ന് വായിക്കും. ലൂക്കോസ് 17 1 മുതൽ വേഗത്തിൽ വായിച്ച സ്പീഡില് നിങ്ങൾക്ക് പറഞ്ഞത് അസാധ്യം, അത് വരുത്തുന്നവർ അയ്യോ കഷ്ടം. സഹോദരൻ പിഴച്ചാൽ അവനെ ശാസിക്കണം. അവൻ മാനസാന്തരപ്പെട്ടാൽ, അങ്ങനെയുള്ള മനസ്സ് നിങ്ങൾക്കുണ്ട്. ഒരാൾ വന്ന് നിന്നോട് തെറ്റ് ചെയ്തു, നിന്നോട് വന്ന് സോറ് പറഞ്ഞ നമ്മൾ ക്ഷമിക്കുമോ? ക്ഷമ ചോദിക്കുന്ന പോലെ അവൻ ക്ഷമ ചോദിച്ചു, പക്ഷെ നമ്മൾ ക്ഷമിക്കുമോ? നമ്മൾ ചിലര് പറഞ്ഞിട്ടുണ്ട്, ഞാൻ എല്ലാം ക്ഷമിക്കും, പക്ഷെ അവനോട് ഞാൻ ഒരിക്കലും പൊറുക്കേല. അങ്ങനെ പൊറുക്കാത്ത നിന്നോട് കർത്താവൻ ക്ഷമിക്കില്ലെന്നാണ് ബൈബിൾ പറയുന്നത്. ഇവിടെ പറഞ്ഞ ഭാഗം വായിച്ചു താഴോട്ട് വായിച്ച അത് കൂട്ടി വായിച്ചേ. ശാസിക്കുക, മാനസാന്തരപ്പെട്ടാൽ അവനോട് ക്ഷമിക്കണം. ദിവസത്തിൽ 7 വട്ടം അയ്യോ പറ്റുമോ? ഒരു ദിവസം രാവിലെ 8 മണിക്ക് വന്ന് ഒരു പ്രാവശ്യം സോറി പറഞ്ഞു പോയാൽ 10:30 വന്നു, പിന്നെ സോറി. അതേ വ്യക്തി പിന്നെ 12:30 ഒന്നുകൂടി വന്നു, 1:15 വന്നു, കിടക്കുന്ന 4:10 എത്തി, 5:00 വന്നു, 6:15 വന്നു. അപ്പൊ 6 ആയതേ ഉള്ളു. 8 മണിക്ക് വന്നേച്ച് സോറി എന്ന് പറഞ്ഞാൽ ക്ഷമിക്കുമോ? അങ്ങനെ ക്ഷമിക്കാൻ കഴിവുള്ളവർ സ്വത്രം പറഞ്ഞേ. ഒരെണ്ണത്തിന് ഇതുവരെ പരിഹാരം വരുത്തിയിട്ടില്ല, പിന്നെയാണ് 7 എണ്ണം. പലതും പരിഹാരം വരുത്താൻ കിടക്കുകയാണ് ഇപ്പോഴും. എന്നിട്ടാണ് 7 എണ്ണം. ബൈബിൾ 7 പ്രാവശ്യം അവൻ എന്നോട് ക്ഷമിക്കണമെന്ന് നിന്നോട് വന്ന് പറഞ്ഞാൽ അവനോട് നീ ക്ഷമിക്കണമെന്നാണ് ബൈബിൾ പറയുന്നത്. ഇത് കേട്ടപ്പോൾ ശിഷ്യന്മാരൊരു കാര്യം പ്രാർത്ഥിച്ചു. എന്താ പ്രാർത്ഥന എന്നറിയാമോ? ആ പ്രാർത്ഥന എന്ന് വായിച്ചേ. കർത്താവിനോട് ഞങ്ങൾക്ക് എന്ത് വർദ്ധിക്കണം? എല്ലാവരും ശ്രദ്ധിക്കുക, എന്ത് വർദ്ധിക്കണം? അപ്പൊ ഞങ്ങൾ 7 വട്ടം ക്ഷമ ചോദിക്കുന്നവരോട് ക്ഷമിക്കാതിരിക്കുന്നത് എന്തിന്റെ കുറവാ? പറഞ്ഞേ, വാക്യം എഴുതിയിരിക്കുന്നവര് വായിച്ചേ. വിശ്വാസം കുറവാണെന്ന് ആർക്ക് മനസ്സിലായി? വിശ്വാസം ഉണ്ടായിരുന്നെങ്കിൽ ഇവനോട് ഞാൻ ക്ഷമിച്ചേനെ, പക്ഷെ വിശ്വാസക്കുറവുള്ളത് കൊണ്ട് എനിക്ക് ക്ഷമിക്കാൻ കഴിയില്ല. അപ്പോസ്തലന്മാര് പറഞ്ഞു, ഞങ്ങൾക്ക് വിശ്വാസം വർദ്ധിപ്പിക്കണം. അടുത്ത ഭാഗം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ പെടുത്തുക. അടുത്ത വാക്യം വായിച്ച അടുത്ത കർത്താവ് പറഞ്ഞാ ഉണ്ടെങ്കിൽ ഇനി എന്റെ ചോദ്യം, ഏതായി കാട്ടത്തി? പാഷന്മാരുടെ എല്ലാവർക്കും പറയാം, ഏതായി കാട്ടത്തി? നമ്മുടെ ഒരു 100 കണക്കിന് പ്രസംഗം കേട്ടിട്ടില്ലേ? ഏതായി കാട്ടത്തി? ആ കോണ്ടെക്സ്റ്റ് വെച്ച് വായിച്ചാൽ ഈ കാട്ടത്തി ഏതാ? ശിഷ്യന്മാരെന്താ പ്രാർത്ഥിച്ചത്? ഞങ്ങളുടെ വിശ്വാസം എന്ത് ചെയ്യണം? കർത്താവിനോട് മറുപടി പറഞ്ഞതാ,
എന്തിനാ വിശ്വാസം വർദ്ധിക്കാൻ പറഞ്ഞത്? അവനോട് ഉള്ള എന്റെ കയ്പ് മാറാനാണ് എനിക്ക് വിശ്വാസം വേണ്ടത്, അല്ലേ? എനിക്ക് പാസ്റ്റർ ജിക്കുവിനോടുള്ള കയ്പ്, അദ്ദേഹം സോറി പറഞ്ഞെങ്കിലും ആ കയ്പ് എന്റെ ഉള്ളിൽ കിടക്കുക, ബിറ്റർനെസ് ഇപ്പോഴും എന്റെ ഉള്ളിലുണ്ട്. ഞാൻ ക്ഷമിച്ചെന്ന് പറഞ്ഞെങ്കിലും ആ ബിറ്റർനെസ് മാറിയിട്ടില്ല. അപ്പോൾ ശിഷ്യന്മാർ പറയാണ്, ഇത് വെറുതെ പറയാൻ പറ്റില്ല, വിശ്വാസം ഉണ്ടെങ്കിലേ അതെനിക്ക് പറയാൻ കഴിയൂ. അതുകൊണ്ട് കർത്താവേ വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് കൊടുക്കുന്ന മറുപടി വളരെ രസമാണ്. നിങ്ങൾക്ക് കടുക് മണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ കാട്ടത്തിയോട്, അടുത്ത ഭാഗം വായിച്ച സിസ്റ്റർ മേഴ്സി, വേരോട് പറഞ്ഞ്, എന്തായാലും അടുത്തതെന്ന് അറിയാവോ? ഏതാ ഈ കാട്ടത്തി എന്ന് മനസ്സിലായോ? എന്റെ കയ്പ്, എന്റെ ബിറ്റർനെസ് എന്നിൽ വിശ്വാസം വ്യാപരിക്കുമ്പോൾ ഞാൻ ഇന്നലകളിൽ പലരോട് ക്ഷമിക്കാതിരുന്ന എന്റെ ബിറ്റർനെസ് ആകുന്ന കാട്ടത്തിയെ അടിയോട് പറയുക. ഇന്നലകളിൽ എനിക്ക് ക്ഷമിക്കാൻ കഴിയാതിരുന്ന, പൊറുക്കാൻ കഴിയാതിരുന്ന എന്റെ സ്വഭാവം റൂട്ട് പിടിച്ചിരിക്കുകയാണെന്ന്, അവനോട് ക്ഷമിക്കാൻ കഴിയാതെ റൂട്ടഡാണെന്ന്, പറിച്ചു കളയാൻ പറ്റുന്നില്ല, മറന്നു കളയാൻ പറ്റുന്നില്ല, ഉപേക്ഷിക്കാൻ കഴിയുന്നില്ല എന്ന കർത്താവ് പറഞ്ഞു, വിശ്വാസം വ്യാപരിച്ചു കഴിഞ്ഞാൽ നിനക്ക് പറിക്കാൻ കഴിയാത്ത, ക്ഷമിക്കാൻ കഴിയാത്ത, നിനക്ക് മറ്റുള്ളവരോട് സഹകരിക്കാൻ കഴിയാത്ത, നിന്റെ ജീവിതത്തിലെ കാട്ടത്തിയാകുന്ന, ബിറ്റർനെസ് ആകുന്ന നിന്റെ റൂട്ടിനെ പറിച്ച് എറിഞ്ഞു കളയാൻ നിന്റെ അകത്ത് വിശ്വാസം വ്യാപരിക്കണം. മനസ്സിലാകുന്നുണ്ടോ? വചനം മനസ്സിലാകുന്നുണ്ടോ? വചനം ചുമ്മാ ഇന്റർപ്രറ്റ് ചെയ്യേണ്ടതല്ല, അത് അതിൻ്റെതായ നിലയിൽ ഇന്റർപ്രറ്റ് ചെയ്യണം. ഈ കാട്ടത്തി എനിക്ക് മറ്റുള്ളവനോടുള്ള വെറുപ്പ്, പക, പിണക്കം, ബിറ്റർനെസ് അത് വേറെ പിടിച്ച് കിടക്കുകയാണ്. അത് പറിച്ചു കളയണമെങ്കിൽ എന്നിൽ വിശ്വാസം ഉണ്ടാകണം. ആ വിശ്വാസം വ്യാപരിക്കുമ്പോൾ എനിക്ക് ആ കാട്ടത്തി, ആ റൂട്ടിന്, എന്തിന്റെ വീട്ട്, ക്ഷമിക്കാൻ കഴിയാത്ത റൂട്ട്, മാനസാന്തരമില്ലാത്ത റൂട്ട്, ഫൊർഗീവ്നെസ് ഇല്ലാത്ത റൂട്ട് പറിച്ചു കളയാൻ പറ്റും. അത് പറയാതെ ആരുടെയെങ്കിലും ഉള്ളിൽ ഇന്ന് രാത്രി ഉണ്ടെങ്കിൽ സമാപന സെക്കൻഡ് മിനിറ്റുകളാണ്. യേശുവിനോട് പ്രാർത്ഥിക്ക്, അവിശ്വാസം വർദ്ധിക്കാൻ പ്രാർത്ഥിക്ക്. അത് വർദ്ധിച്ചു കഴിയുമ്പോൾ ഇന്ന് രാത്രി ക്ലാസ് കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുമ്പോൾ നിന്റെ ജീവിതത്തിൽ ചെറിയ തെറ്റുണ്ടെങ്കിൽ നിന്റെ അകത്ത് പശ്ചാത്താപം ഉണ്ടാകും, നിന്റെ കണ്ണിൽ കണ്ണുനീര് പൊടിയും, നീ അവനോട് ക്ഷമ പറയും, നീ അവനോട് ഏറ്റുപറയും. അങ്ങനെ ഏറ്റുപറയുമ്പോൾ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി എന്നെ ശുദ്ധീകരിക്കും. അങ്ങനെ ശുദ്ധീകരിക്കപ്പെടുന്നവന് യേശുവിന്റെ സന്നിധിയിൽ ആ ഗോൾഡിനെസ്സിലേക്ക് വളരാൻ പറ്റും. അങ്ങനെയാണ് എന്റെ ഗോൾഡിനെസ് എനിക്ക് തിരിച്ച് പ്രാപിക്കാൻ കഴിയുന്നത്. അപ്പോൾ ആ ഗോഡ്ലിനെസ്സിലേക്ക് കൾട്ടിവേറ്റ് ചെയ്യപ്പെടുന്നവർ പാലിക്കേണ്ട നിരവധി കാര്യങ്ങളുണ്ട്. ഏതായാലും ഈ ക്ലാസ് അടുത്ത പല ക്ലാസ് കൊണ്ട് നമുക്ക് തീർക്കാൻ കഴിയില്ല എന്നുള്ളത് ഞാൻ എന്ന പോലെ നിങ്ങളും മനസ്സിലാക്കുന്നു എന്നുള്ളത് കൊണ്ട് തൽക്കാലം എന്റെ വാക്കുകളെ ചുരുക്കുകയാണ്. പക്ഷെ ഒരു കാര്യം മറക്കരുത്, ദൈവസന്നിധിയിൽ വളരുന്ന ഞാൻ എന്റെ ജീവിതത്തിൽ ചെയ്യേണ്ട എല്ലാ ഉത്തരവാദിത്വത്തിലും ഞാൻ വിശ്വസ്തനായിരിക്കണം, സമയത്തിൽ വിശ്വസ്തനായിരിക്കണം, എനിക്ക് ദൈവം തരുന്ന അവസരങ്ങളിൽ വിശ്വസ്തനായിരിക്കണം. അടുത്തത് പറയുമ്പോൾ പിണങ്ങല്ലേ, എന്റെ കയ്യിൽ ദൈവം തരുന്ന ആ പണത്തിന് ഞാൻ വിശ്വസ്തനാകണം. മനസ്സിലാകുന്നുണ്ട്? ഒരു സ്തോത്രം പറയാൻ ഞാൻ നിങ്ങൾ ഇവിടെയാണോ പറഞ്ഞതെന്ന് എനിക്ക് ഓർമ്മയില്ല. ഭയങ്കര പ്രസംഗം നടന്നപ്പോഴേക്ക് പ്രസംഗത്തിൽ കേട്ടിരുന്നവർ പറഞ്ഞു, നല്ല പ്രസംഗമാണ്, അടിപൊളി പ്രസംഗമാണ്, കിടിലം, ഞാനിവിടെ പറഞ്ഞു കിടിലം പ്രസംഗമാണെന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ ഭാഷ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് അറിയാവോ? നിങ്ങൾ പുകവലിക്കരുത്, ഗ്ലോറി, നിങ്ങൾ മദ്യം കഴിക്കരുത്, ഹല്ലേലൂയ, നിങ്ങൾ പാപത്തിൽ വീഴരുത്, സ്തോത്രമൊക്കെ പറഞ്ഞിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് അവസാനം ഭാഷ പറഞ്ഞു, നിങ്ങളെല്ലാം ദശാംശം കൊടുക്കണമെന്ന് പറഞ്ഞു. അവൻ ഓൾറെഡി മറ്റവനോട് പറഞ്ഞിട്ട്, എന്നാ കിടിലം പ്രസംഗമാ, ഇങ്ങനെയുള്ള ഉപദേശിമാരെ വേണം നമുക്ക് വിളിച്ച് പ്രസംഗിപ്പിക്കാനെന്ന് പറഞ്ഞതാ. കൊടുക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ ഇവൻ പറഞ്ഞു, അടിപൊളി പ്രസംഗമായിരുന്നു, അവസാനം കൊണ്ട് കല ഉടച്ചു കളഞ്ഞെന്ന് പറഞ്ഞു. എങ്ങനെ? അടിപൊളി പ്രസംഗമായിരുന്നു, പക്ഷെ അവസാനം കൊണ്ടുപോയി കലം ഉടച്ചു കളഞ്ഞെന്ന് പറഞ്ഞതുപോലെ നമുക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം പറയുമ്പോൾ നമുക്ക് പിണക്കമുണ്ട്. പ്രിയരെ, ഞാൻ ഈ സഭയുടെ നന്മ, നിങ്ങളുടെ വളർച്ചയെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ചില കാര്യങ്ങൾ പറയുന്നത്. ഇതിങ്ങനെ പറഞ്ഞ് നിർത്തേണ്ടതല്ല, ലാൻഡ് ചെയ്യേണ്ടതല്ല, എന്നാൽ ഇങ്ങനെ പറയേണ്ടി വരികയാണ്. സമയബന്ധിതമായ യോഗമായതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കണം. ഇത്രയും സമയം ഇരുന്ന് നിങ്ങൾക്ക് ആർക്കും ഒരു നഷ്ടമല്ലെന്ന് നിങ്ങൾ അറിയണം. നാളെ ഒരു പക്ഷെങ്കിൽ ചിലപ്പോൾ അടുത്ത ചില നാളുകൾ ഇങ്ങനെ ഒരു സ്റ്റഡി നമുക്ക് ലഭിച്ചില്ലെന്ന് വരാം. പക്ഷെ ഈ ക്ലാസ് ചില പോയിന്റുകൾ ലഭിക്കാൻ മാത്രമല്ല, ഇന്നു മുതൽ എൻ്റെ ഗോഡ്ലിനെസ് കൾട്ടിവേറ്റ് ചെയ്യപ്പെടണം. അതിന് തടസ്സമായ പാപത്തെ പറിച്ചു കളയണം. അത് എന്റെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതിന് എനിക്ക് വിശപ്പുണ്ടാകണം. വചനമെന്ന് ആ മായമില്ലാത്ത പാൽ കുടിപ്പാനുള്ള വാഞ്ച ഉണ്ടാകണം. അങ്ങനെ എനിക്ക് വളരാൻ കഴിയണം. അപ്പോൾ തന്നെ ദൈവസഭയോട് എനിക്ക് പറയുവാനുള്ളത്, നമ്മുടെ സമയത്തിലും ആരോഗ്യത്തിലും പണത്തിലും വിശ്വസ്തരായിരിക്കണം.
മനസ്സിലാകുന്നുണ്ടോ? പരീശന്മാരുടെ നീതിയേക്കാൾ നിങ്ങളുടെ നീതി കവിഞ്ഞിരിക്കണം. പരീശൻ കൃത്യമായിട്ട് ദശാംശം കൊടുക്കുന്നവനാണ്. അവനേക്കാൾ എൻ്റെ നീതി കവിഞ്ഞിരിക്കണമെന്ന് പറഞ്ഞാൽ എനിക്ക് ലഭിക്കുന്ന പണം ദൈവത്തിനുള്ളത് ദൈവത്തിന് കൊടുക്കേണ്ടതാണ്. ഒരു സ്തോത്രം പറയാൻ ധൈര്യമുള്ളവരുണ്ടോ? നിങ്ങളെ കുറിച്ചൊക്കെ ഞാൻ കേട്ടത് നിങ്ങളെല്ലാം കൊടുക്കാൻ താല്പര്യം ഇങ്ങനെ പറഞ്ഞില്ലേലും നിങ്ങളെ കുറിച്ച് എനിക്കറിയാം. കാര്യം ഞാൻ ഈ വന്ന സമയം മുതൽ അല്പം വെയിറ്റ് ഒക്കെ എനിക്കുണ്ടെങ്കിൽ